ഈ ചരിത്രം കുറേ പറഞ്ഞതാ. ക്രൂരമുഖങ്ങൾ ഇവനാരോ പീഡിപ്പിച്ചോളൂ ഇവനെ. അതാ പറഞ്ഞ് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ വല്ലാസിൽ എന്താണെന്നറിയാം, നമ്മൾ അതിന് പറഞ്ഞുതരാം. കുറേ പറഞ്ഞതല്ല, ഇനി ഇപ്പം ചരിത്രം പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞൊന്നും ചരിത്രമല്ലേ ഇനി. അപ്പോൾ ഇനി എന്താ പറയാൻ പോണത് എന്നുള്ളത് എൻ്റെ വല്ലാസിൽ ഒന്നുകൊണ്ട് പറഞ്ഞുതരാം. ഇവൻ എന്ത് ചെയ്യും, ഇത് മറുഭാഗത്തേക്ക് പോയപ്പോൾ ഇവൻ ആരൊക്കെയോ വിളിച്ച് തട്ടിക്കൊണ്ടുപോയാണ്ട് പല സ്ഥാപനത്തിൻ്റെ ഉള്ളിലിട്ടാണ്ട് ഇവനാകെ അങ്ങോട്ട് പീഡിപ്പിച്ച് ഇവനവിടെ നാസാക്കി. ഇവൻ്റെ തുണി കുപ്പയൊക്കെ കഴിച്ചെന്നാണ് പറഞ്ഞത്. ഇവനെ ടൗസർമ നിർത്തിയാണ്. എന്നിട്ട് എന്ത് ചെയ്ത് ഇവനങ്ങാട്ട് ഇതാക്കിയിട്ട് പേടിപ്പിച്ച് ഇവനെ പ്രസംഗിപ്പിച്ച്. അങ്ങനെ പിന്നെ ഇവനെ അവിടെ തട്ടിക്കൊണ്ട് വേറെ ഒരു സ്ഥലത്ത് കൊണ്ട് ഇവനെ താമസിപ്പിച്ച് കുറേ കാലം അവിടെ നിർത്തി. എന്നിട്ട് പിന്നെ അവിടുന്ന് കൊണ്ടുപോയി വേറെ കൊണ്ടുപോയിട്ട് എന്നിട്ട് പിന്നെ ഇവനോട് പറഞ്ഞ് ഏതൊരു ഹോട്ടലിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇപ്പം തന്നെ മുമ്പ് തീർത്ഥാടനം പറഞ്ഞതാ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഏൽപ്പിച്ചവനോട് പറഞ്ഞു, ഇവിടെ നിൽക്കേണ്ട, നേരെ ഉത്തരേന്ത്യക്കൊക്കെ പോയിക്കോ, പിന്നെ അങ്ങോട്ട് നാട് കടത്തുകയാണ്. മറ്റേ തഫ്സീറിൽ പറയുന്നുണ്ടല്ലോ, മലക്കുകളോട് അല്ലാഹു ദുനിയാവിൻ്റെ ഖലീഫമാരായിട്ട് ഞാൻ ജനങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യന്മാരെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ വിഷയം പറയുന്നുണ്ട്. മലക്കുകൾ ജിന്നുകളൊക്കെ ഫീത്തിനും പ്രസാദം ഉണ്ടാക്കിയപ്പോൾ ജസീറകളിലേക്കും കാടുകളിലേക്കും മലകളിലേക്കും ജിന്നു കുട്ടികളെ കുട്ടികളെ തച്ച് വായിപ്പിച്ച് എന്ന് പറഞ്ഞ മരുന്ന് തച്ച് വായിപ്പിച്ച് വേണ്ടി ശ്രമിച്ചു. അവർക്ക് ഉത്തരേന്ത്യക്ക് ബോംബ് പറഞ്ഞതന്നെ പറയണം. അങ്ങനെ പിന്നെ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ പിന്നെ വേറെയൊക്കെ കൊണ്ടായിട്ട് നട്ടുമ്പോൾ നന്നായില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവനോട് ഇതിൻ്റെ ഈ ചരിത്രം പറഞ്ഞ് തുടങ്ങുന്ന മുമ്പത്തെ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയണം. എന്തിനായിരുന്നു ഇത് മറുഭാഗം സംസ്ഥയ്ക്ക് പോയത്? അതിൻ്റെ മുമ്പത്തെ കഥകൾ, അതായത് പ്രസ്ഥാനങ്ങളൊക്കെ ഒരു മൂക്കുകയറിട്ടല്ലോ, സംഘടന മൂക്കുകയറിട്ടല്ലോ, അതെന്തിനായിരുന്നു എന്ന് പറയണം. അത് തുറന്ന് പറയും. എന്തൊക്കെ വിഷയത്തിലാണ്, എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ മൂക്കുകയറിട്ടത് ഇജി പറയും. എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ പറയാം. ഇജി നമ്മൾ പ്രസ്ഥാനത്തിന് എഴുതി കൊടുത്ത് വലിയ 4-8-10 പേപ്പറുണ്ടല്ലോ, വിഷയങ്ങൾ എഴുതി കൊടുത്തത് കൂടെ ഉണ്ടല്ലോ, പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവുമൊക്കെ. പക്ഷേ നമുക്ക് അവർക്ക് എടുത്തിട്ട് പോകത്തില്ല. അവജെന്ത് ചെയ്യുക, എന്തിനായിരുന്നു എന്നൊക്കെ മൂക്കുകയറിട്ടത് എന്ന് തോന്നുന്നു പറയും. രണ്ടാമത് ഈ ഹൗസിനെ വെച്ചുകൊണ്ട് പ്രസംഗിപ്പിച്ചതാണ് പിന്നെ ഭീഷണിപ്പെടുത്തി പ്രസംഗിച്ചതെന്ന് പറഞ്ഞത്. ഈ മഞ്ചേരി വെച്ചുകൊണ്ട് വിനയപൂർവ്വം സുന്നി പ്രവർത്തകരോട് അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ, അത് ആരാ എന്നെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച, ആര് ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ച? ഇത് രണ്ടു പറയണം, തുറന്നു പറയണം. ചരിത്രം പറഞ്ഞ് തുടങ്ങണ്ടേ, അപ്പോൾ തൽക്കാലം തന്നെ തുടങ്ങിക്കളാം. ഇജി പറഞ്ഞതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി തരണ്ടി, ഞാൻ അന്ന് തന്നു മുതലായി. പറഞ്ഞൊക്കെ ശരിയാണെങ്കിൽ ആ തന്ന ആൾക്കാർക്ക് ഇപ്പം അങ്ങനെ സന്തോഷിക്കുന്നുണ്ടോ? അവരൊക്കെ ഒന്ന് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ആരൊക്കെ തന്ന ആൾക്കാരെന്ന് പറയും. ചരിത്രം പറഞ്ഞു തുടങ്ങല്ലേ, ആ തന്ന ആൾക്കാരൊക്കെ ഒന്ന് പറയും. ഓർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കണം. അതിനകത്ത് അന്ന് മറ്റേ നാരങ്ങ വീണ സാധനം ഉണ്ടല്ലോ, അങ്ങനെ ബാക്കിയുമ്പോൾ നല്ല. ഏതായിരുന്നാലും അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട. ഓന് പറയാൻ പോകുന്നത് എൻ്റെ വലഹാസിലാണ് ഞാനീ പറഞ്ഞത്. ഇതേ പറയാണ്ടാവും. ഇവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ള് ഓനോട് പറഞ്ഞു കഴിഞ്ഞതാ. അന്നിപ്പോൾ പിന്നെ കിട്ടാണ്ടല്ലോ, അതൊക്കെ പിന്നെ ദൈവമില്ലേ, നമ്മളൊക്കെ കഴിഞ്ഞ് മറ്റേ യൂട്യൂബ് നിർത്തുമില്ലേ, ഉടനെ പിന്നെ വെച്ചില്ലേ, ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞതാ. ഇനി പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊന്ന് പൊടിപ്പും തൊങ്ങലും വെച്ച് കണ്ട് ആർപ്പും പുള്ളിയും നായായിട്ടുണ്ടാക്കി കോർപ്പറേറ്റ് വെല്ലുവിളിക്കുമ്പോൾ ഞാൻ വെറുതെ പറയല്ല എന്നാൽ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പറയും. എന്നിട്ട് വെല്ലുവിളിക്കുന്നു ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടാണ് ചെമ്പെന്ന് പറയാനല്ലാതെ അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവുക, ഞാനിപ്പോൾ ഈ മുകളിൽ പറഞ്ഞ വിഷയങ്ങൾ മാത്രം. ഞങ്ങോട്ട് ഉസ്താദേ, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളെ തോട്ടൂലെടുത്ത് വന്ന് കുറച്ചു നേരം താമസിക്കണം, ഞങ്ങളെ മണ്ണാർക്കാട്. അതൊക്കെ ഓനെ വിശദീകരിക്കുക. പിന്നെ എന്തേപ്പം കോഴിക്കോടുണ്ടല്ലോ എസ് കെക്കാരൊരു പരിപാടി വെച്ചിട്ട് തെക്കുബീർ ചെല്ലി ചടച്ച് വരുന്ന വണ്ടിക്കൊക്കെ ഒരു തെക്കുബീർ ചെല്ലിയല്ലോ, അതും കൂടി പറയാൻ പറയും ഓനോടൊരു കാര്യം അടിവരട്ട് ഞാൻ പറയുന്നു. ഓൻ എവിടെ എത്തിപ്പെടാൻ കഴിയൂല, ഒരാളും ഓൻ എടുക്കൂല, പാണക്കാട്ടുകാരും എടുക്കൂല. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മൃഗമാണ്, അതിൻ്റെ ഒരു ശൈലി ഉണ്ടാവും. അത് ജനങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവനോട് പെരുമാറുള്ളൂ. ഇന്ന് പറഞ്ഞത് നാളേക്ക് തിരുത്തും, നാളെ തിരുത്തിന് ഇന്നൊക്കെ തന്നെ അംഗീകാരം കൊടുക്കും. ആര് വേണം മനുഷ്യന്മാരെ? ഇപ്പൊ ആ അൻവർ കണ്ടില്ലേ നിലമ്പൂര്, ഒരാൾക്കും വേണ്ട എന്തൊക്കെ കോലാഹലങ്ങളെ അവൻ സൃഷ്ടിച്ചിരുന്നു. എന്തിനും മനുഷ്യന്റെ നാവിന് എല്ല് പടച്ചിട്ടില്ല എന്ന് എഴുതിയിട്ട് അതിനെന്തും പറയാൻ പാടില്ല. മനുഷ്യന്മാരൊക്കെ ബുദ്ധിയും വിവേചനവും ഉള്ള ആൾക്കാരാണ്.
പട്ടിക്കാട് ജാമ്യനൂരി പോയിട്ട് ഒരു സ്വീകരണം കൊടുത്തല്ലോ. അപ്പൊ പട്ടിക്കാട്ടെ വൈസ് പ്രിൻസിപ്പാൾ സ്ഥാനം ചോദിച്ചിരുന്നു, അത് കൊടുക്കാന്ന് പറഞ്ഞു. ഒരു വണ്ടിയും കൊടുക്കാറും ഒരു വീടും കൊടുക്കാറും. പക്ഷെ വേറൊരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു ഗുരുവിന്. എന്തായിരുന്നു? സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനം. അതുമ്മ തൊട്ട് കളിച്ചണ്ടായിരുന്നു വാപ്പൂലിയര്. മനസ്സിലായോ? അതിനാണ് അവരോട് തെറ്റിപ്പിരിഞ്ഞത്. നമ്മളെടുത്തല്ല പട്ടിക്കാട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണതല്ല. അതിന്റെ കമ്മിറ്റിയുള്ളവരൊക്കെ ലീഗുകാരും മുജാഹിദീങ്ങളും ഓലൊക്കെ അതാ പറയുന്നത്. അത് കിട്ടാതായപ്പോൾ ഇങ്ങോട്ട് തന്നെ ഒരു CD ഇറക്കി കൊടുത്തു. ഇനി ഇവിടെ വല്ലതും നേരത്തെ നീ തന്നെ കിട്ടും. എന്നിട്ട് AP ഉസ്താദിന്റെ ഈ ബുദ്ധിയുള്ള കാലം ഞാൻ ചീത്ത പറയില്ല. ആ ബുദ്ധി പോയിപ്പോ. ഇപ്പൊ ഏതോ ശൈത്താന്റെ ബുദ്ധിയാണ് അവൻ്റെ അടുത്ത് കയറിക്കുന്നത്. അതിനിപ്പം ചീത്ത പറഞ്ഞ് നടക്കുന്നുണ്ട്. അതന്നെ, അല്ലാതെ എന്താ? അത് ഇനിയിപ്പോ ലീഗരടുത്തും പാണക്കാട്ടൊന്നും കായ് കിട്ടുന്ന എഴുതിയിട്ടാണ് പോകണം. അവിടുന്ന് പോകൂല. അത് ഇനിയും പോട്ടെ, ഇനിയും വരേണ്ടി വരും. അല്ലാതെ എന്താ? നാവിന് വില ഇല്ലെങ്കിൽ എന്തും പറഞ്ഞൂടെ? അതന്നെയല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവനെ ആര് കണ്ടാലും കാറിക്കൊലിച്ച് തുപ്പും. ആ ശൈലിയാണ് അവൻ്റെ അടുത്ത്. ഇന്ന് പറഞ്ഞത് നാളെ ആ പണ്ഡിതൻ തന്നെ. പണ്ഡിതന്മാർക്ക് വരെ അപമാനക്കേട് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഈ കുരുവട്ടൂർ നൗഷാദ്. ആ തെക്കുപേര് ചെല്ലി അടുത്ത പരിപാടിയില് ഞാൻ പോയി അലീക്ക. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ചങ്ങായി അയാൾക്ക് സ്വീകരണം കൊടുക്കേണ്ടി വന്നപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാതെ നേരിട്ടൊന്ന് കാണാൻ വിചാരിച്ചു വന്നതേ. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഇവരുടെ വണ്ടി മുഴുവൻ നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു അനൗൺസ് ആയിട്ട് നൗഷാദല്ല വന്നത്, നൗഷാദിന്റെ ഡ്രൈവറാണ്. ഒരു വണ്ടി വന്നപ്പോൾ എല്ലാവരും പാടെ പാഞ്ഞെടുത്തിനി. അപ്പൊ നോക്കുമ്പോൾ നൗഷാദിന്റെ ഡ്രൈവറാണ്. എന്താ കഥ അന്നത്തൊക്കെ. അതേന്ന്. ഇനിയിപ്പോ ആ പട്ടിക്കാടാന്ന് സ്വീകരണം കൊടുത്തിട്ടുള്ള കുറെ സാധാരണക്കാരുണ്ട്, നമ്മളറിയുന്ന ആൾക്കാർ. ഓര് പറയണ ഇവന്റെ ഇന്നത്തെ പരിപാടി കഴിയട്ടെ, ഞമ്മക്കൊണ്ടൊരു അഭിമുഖം നടത്താനെന്ന് പറഞ്ഞു. അന്ന് വെച്ച ഡിമാൻഡുകളും ആ സ്വീകരണക്കാരിൽ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഹയാത്തോടുക്കനെ ബാപ്പൂലിയരും പാണക്കാട് തങ്ങളും ഐതാലി തങ്ങളൊക്കെ മരിച്ചിട്ടുള്ളൂ. ഇവർക്ക് ഈ ആയുസ് ജന്മം 100 വയസ്സുള്ള ജീവിക്കാൻ തോഫി കൊടുത്താലും സത്യം പറയാനും ആദർശം പറയാനും ഈ ജന്മത്തിലൊന്നും കഴിയൂല. ആ നിലക്ക് തൊള്ള കോളാമ്പി അയച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഓൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത്, ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ സദസ്സിന്റെ ഫോട്ടോ ഒന്ന് വിടി. എന്ത് പ്രകോപനമുള്ള ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ നോട്ടീസ് പ്രചരിപ്പിച്ചാലും ശരി, ആ കുണ്ടോട്ടി അങ്ങാടിയിലും രാമനാട്ടുകാർ അങ്ങാടിയിലും കടല വിൽക്കണ ആ ചങ്ങാതിരത്തുള്ള ആളും കൂടി നിങ്ങളെ സദസ്സിലുണ്ടാവില്ല. മനസ്സിലായോ? അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ പറയണം, ഞാൻ 2013 വരെ പ്രസംഗിച്ചത് ഞാൻ ഡിലേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കണില്ല. 2013 ശേഷം 2020 വരെ പ്രസംഗിച്ചതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ 2020 മുതൽ 25 വരെയുള്ള ഇൻകമിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ആണാണെങ്കിൽ പറയണം. അത് 3 പറയില്ല. കാരണം കട്ടിപ്പും വെട്ടിപ്പിലേ നിൽക്കുള്ളൂ. ഇത് 3 ആശയങ്ങൾ അവൻ്റെ അടുത്തുണ്ട്. അത് ആതർച്ചിക്കുള്ള ചോദ്യം ചെന്നാൽ പറയും, അത് ഞാൻ അന്ന് ഡിലേറ്റ് ആക്കിക്കണം, എന്നോട് ചോദിക്കേണ്ട അതറിയും. അതുകൊണ്ട് ഇത് ഒന്നും തുറന്ന് പറയാൻ അവന് കഴിയൂല. ഇത് ശാപാണ്, ആലിമീങ്ങളെ ശാപം. അത് ഇനിയും അവസാനം വരെ കണ്ടിരിക്കും.